ഈ അതീവ സുരക്ഷാ മേഖലയല്ലേ ചെങ്കോട്ട? മാത്രമല്ല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഏതൊരു വിധത്തിൽ ഒരു ചെറുവിരലനക്കം പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്റലിജൻസ് വിഭാഗം സുശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും കരുതുകയല്ലേ? പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ വളരെ ലാഘവത്തിൽ സംഭവിച്ചു എന്ന് തോന്നുന്നത് പോലെ ഒരു പൊട്ടിത്തെറി, അതാണ് നമ്മൾ രാജ്യത്തെ ആകെ നടക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ എല്ലാ തരത്തിലും ആസൂത്രിതം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ആക്രമണം സംഭവിച്ചത്. UAPA കേസടക്കം ചുമത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഭീകരാക്രമണ ആംഗിൾ തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ചർച്ച ചെയ്ത കാര്യമാണ് ഈ ഫരീദാബാദ് മൊഡ്യൂൾ. അതായത് ഫരീദാബാദിൽ ഇന്നലെ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ട്രേഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ, അതിലേക്കെല്ലാം തന്നെ ഈ സംഭവത്തെ വഴിവെക്കുന്നതും അതിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായിട്ടുള്ള കാര്യം. എന്നോടൊപ്പം ഇപ്പോൾ പി ബസന്ത് കൂടി ചേരുന്നുണ്ട്. ഇന്നലെ ഈ സ്പോട്ടിലേക്ക് ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അതീവ സുരക്ഷാ മേഖലയാണ്, ചാന്ദിനി ചൌക്കാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കുമായിരുന്നു അതിന്റെ ഒരു വ്യാപ്തി? ഈ ചാന്ദിനി ചൌക്ക് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മരണസംഖ്യ വലിയ തോതിൽ കൂടിയാണ്. തൊട്ടടുത്താണ് ചാന്ദിനി ചൌക്ക്, പ്രധാന മാർക്കറ്റാണ് ഡൽഹിയിൽ. അപ്പോൾ ഇന്നലെ നമ്മളോട് സംസാരിച്ച ഒരു ദൃക്സാക്ഷിയായ മലയാളിയായ ദൃക്സാക്ഷി തന്നെ പറഞ്ഞത് മാർക്കറ്റിൽ വന്നു എന്നാണ്, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാനും കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും ഒക്കെ വന്നു എന്നാണ്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ചാന്ദിനി ചൌക്ക് ലക്ഷ്യം വെച്ചാണ് അവർ വന്നതെങ്കിൽ വലിയ തോതിലുള്ള അത്യാഹിതം ഇന്നലെ ഉണ്ടാവേണ്ടതായിരുന്നു. അതാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സുരക്ഷാ പരിശോധനയോ മറ്റോ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് 3 മണിക്കൂർ ഇവിടെ ഇട്ടതിന് ശേഷം പിന്നെ ഈ ഗുഡ്ഗാവിലെ ഫരീദാബാദിലെ ഈ മോഡ്യൂളുമായുള്ള ബന്ധം വെച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അത് പൊട്ടിക്കാൻ തീരുമാനിച്ചതായിരിക്കാം. ഈ ഫരീദാബാദിലെ പിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളുമായി ഇതിന് ബന്ധമുണ്ട് എങ്കിൽ ഇതിന്റെ വ്യാപ്തി വലുതാവുകയാണ്. ഇപ്പൊ ഇന്നലെ തന്നെ ഡൽഹി പോലീസിന്റെ പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് ഇതൊരു ടെറർ അറ്റാക്കാണ്, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമാണ് എന്നുള്ള തരത്തിൽ നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രഹരശേഷി, അതായത് ഇത് പൊട്ടിത്തെറിച്ചതിന്റെ ആ ഒരു റേഡിയസ് നോക്കുമ്പോൾ ഇത് ഭീകരാക്രമണത്തിന്റെ ഒരു സൂചന തന്നെയാണ് ഉള്ളതെന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു CNGയോ അല്ലെങ്കിൽ കാറിന്റെ സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് ഇത്രത്തോളം നാശനഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാറുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സൈക്കിൾ റിക്ഷകൾ, റിക്ഷകൾ, പിന്നെ വഴിയാത്രക്കാർക്കെല്ലാം വലിയ തോതിൽ പരിക്കുണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ പിന്നെ മെട്രോയുടെ ഗേറ്റിൽ ചില തകർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി വലുതാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഒന്ന് ഗുജറാത്ത് ATSന്റെ നടപടികൾ, ജമ്മു കാശ്മീർ പോലീസിന്റെ നടപടി, ഫരീദാബാദിൽ ഹരിയാന പോലീസുമായി ചേർന്നുള്ള നടപടി, ഇവയെല്ലാം തന്നെ ഇതിന്റെ ഒരു ആംഗിളിലേക്ക്, ടെറർ ആംഗിളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. പിടിച്ചെടുക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളുടെ കണക്കുകൾ 2800 കിലോയിലധികം വരുന്നു എന്നുള്ളതും. അപ്പോൾ ഇത്രയും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കേണ്ട ആവശ്യമെന്നാണ്. അപ്പം ഡൽഹി ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമായിരുന്നോ ഇതിന് പിറകിലെന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ വരുന്നത്. ഇന്നലെ രാവിലെ തന്നെ ഫരീദാബാദിലെ ഈ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്ത സമയത്ത് തന്നെ അത്തരത്തിലൊരു സംശയമുണ്ടായിരുന്നു. ഇത് ഡൽഹി ലക്ഷ്യമിട്ടാണോ ഇത്തരത്തിലൊരു സംഭവം? അതായത് കഴിഞ്ഞ ഏതാനും ഒരുപക്ഷെ ഡൽഹിയിൽ നേരത്തെ നടന്ന സംഭവങ്ങളുടെ പക്ഷേ ഇപ്പോൾ പാർലമെന്റ് അറ്റാക്ക് നടന്നിട്ടുണ്ട് ഡൽഹിയിൽ. അതിനുശേഷം പിന്നെ കരോൾബാഗിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അന്ന് ബോംബ് സ്ഫോടനം ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ ശേഷം ഏറെക്കുറെ ഡൽഹിയിൽ ഇത്തരത്തിലൊരു സംഭവങ്ങൾ, വലിയ സ്ഫോടനങ്ങളൊന്നും തന്നെ ഉണ്ടാവാത്തൊരു സാഹചര്യം. അപ്പോൾ ഡൽഹി ലക്ഷ്യമിട്ടുള്ള എന്തെങ്കിലും നീക്കമായിരിക്കും എന്നുള്ളൊരു സംശയം ഇന്നലെ രാവിലെ തന്നെ പോലീസ് വൃത്തങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്തരം സംഭവം ഉണ്ടാകുമെന്നുള്ള അവരുടെ കണക്കുകൂട്ടൽ ഉണ്ടായിട്ടില്ലായിരിക്കണം. 2, ഈ കാർ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ അത് CCTV പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. ഈ ഡൽഹിയിലെ പോലീസിന്റെ തന്നെ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ മാത്രമേ ഈ കാർ ഏത് റൂട്ട് വഴിയാണ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ്. ഒന്ന് ഹരിയാന രജിസ്ട്രേഷൻ കാറാണ്, അതുകൊണ്ട് ഹരിയാനയിലായിരിക്കണമെന്നില്ല, ഡൽഹിയിൽ തന്നെ ഓടുന്ന ഒരു വാഹനമായിരിക്കാം. രണ്ടാമത്തെ വിറ്റതാണ്, രണ്ടാമത്തെ ആൾ കൈമാറിയതാണോ അല്ലെങ്കിൽ ആ ആൾ തന്നെയാണോ ഇവിടെ കൊണ്ടുവന്നത്? ഇപ്പോൾ ഈ താരിഖിനെ, പുൽവാമ സ്വദേശി താരിഖിനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളൊരു സൂചന ഇപ്പോഴുണ്ട്. അതായത് പോലീസ് ഈ കാറ് വാങ്ങിച്ച, സൽമാന്റെ കയ്യിൽ നിന്നും കാറ് വാങ്ങിച്ച താരിഖിനെ, പുൽവാമ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളൊരു സൂചന ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അത് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ വലുതാവുന്നു. പുൽവാമ സ്വദേശി, പിന്നെ കാശ്മീരിലെ ഭീകരബന്ധങ്ങളുണ്ടോ, ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ എന്നുള്ളത്. ഒന്ന്, ഇന്നലത്തെ സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുത്തപ്പോൾ തന്നെ ആ
2 ഡോക്ടർമാർക്കും ജെയ്ഷെ മുഹമ്മദ് ബന്ധമുണ്ടെന്ന് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ ഒരു ടെറർ ആംഗിളിലേക്ക് കാര്യങ്ങൾ നീരുന്നിട്ട് ഈ ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. ആ ബന്ധം പോലീസ് സ്ഥിരീകരിക്കാൻ നോക്കുന്നു. ഇത് ഈ ഡോക്ടർമാരുടെ പങ്ക് പരിശോധിക്കുന്നു ഇതിലുള്ളത്. പിന്നെ ഇത് തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ട്. പിന്നെ ഈ കാർ എന്നിവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതായത് ഡൽഹിയിലേക്ക് എപ്പോഴെത്തി എന്നുള്ളത്. ഇന്നലെ ഫരീദാബാദിൽ രാവിലത്തെ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ ലഭിച്ചതെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ കാർ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏത് വഴിയിലൂടെയാണ് അത് ഡൽഹി നഗരത്തിലേക്ക് പ്രവേശിച്ചത് അല്ലെങ്കിൽ നഗരഹൃദയത്തിലേക്ക് പ്രവേശിച്ചത്? ഫരീദാബാദിൽ നിന്നും ബോർഡർ ക്രോസ് ചെയ്ത് വരണം. അപ്പോൾ വലിയ തോതിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഇതിന് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് അവർക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്, പ്രാദേശിക തലത്തിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്. അത് ഈ നഗരഹൃദയത്തിലെ അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഓഫീസുകളുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞാണ് പിന്നെ ചെങ്കോട്ട ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു ഹൃദയഭാഗമാണ്. തൊട്ടടുത്ത് ചാന്ദിനി മാർഗ് ചൗക്കുണ്ട്, പിന്നെ ജുമാ മസ്ജിദ് തൊട്ടടുത്താണ്. അപ്പൊ ഇത്രയും വലിയ ഒരു ഏരിയയിൽ ഒരു സ്ഫോടനം നടത്തി കാഷ്വാലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്നുള്ളത്. അത് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടഞ്ഞു പോയിട്ടുണ്ടാവാം. ഏതായാലും ഡൽഹി പോലീസിന് ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. ഈ പറയുന്ന കാറിന്റെ എങ്ങനെ എത്തി എന്നുള്ള കണ്ടുപിടിക്കാനും കാറിന്റെ അത് കൈകാര്യം ചെയ്ത ആള് ഈ കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആരാണ്? അത് കൊല്ലപ്പെട്ടവരിലുണ്ടോ? പിന്നെ ഈ കൊല്ലപ്പെട്ടവരൊക്കെ ആരൊക്കെയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, ഇവയെല്ലാം തന്നെ ഇന്ന് ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഈ വരും മണിക്കൂറുകളിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് പുൽവാമയിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു ചാവേർ ആക്രമണമാണ് ഡൽഹിയിലും സംഭവിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലേക്കും വിശദവിവരങ്ങൾക്കായി ഞാൻ മടങ്ങി വരാം അർജുനിലേക്കും ബസന്തിലേക്കും.